പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ സാധാരണയായി ചികിത്സ 2 വിധമുണ്ട്. ശോധനവും ശമനവും. പഞ്ചകർമ്മ എന്ന് പറയുന്നത് ഈ ശോധനം തന്നെയാണ്. അപ്പോൾ ശോധനത്തിൽ വരുന്നത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം. രക്തമോക്ഷണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പിയാണ്. ഈ പഞ്ചകർമ്മയിൽ ഈ രക്തമോക്ഷണം ഉൾപ്പെടുന്നില്ല. വമനവും വിരേചനവും വസ്തി 2 തരത്തിലുള്ള വസ്തിയും നസ്യവുമാണ് പഞ്ചകർമ്മത്തിൽ ഉൾപ്പെടുന്നത്. മസാജ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി ചെയ്യുന്ന ചികിത്സയാണ് മസാജ് എല്ലാം. മസാജ്, കിഴി, അതായത് സ്വേദനം. കിഴി പല തരത്തിലുണ്ട് കിഴികളും. അപ്പോൾ ഈ മസാജ് എന്ന് പറയുന്നത് ഈ ലോക്കലായിട്ട് പെയിൻ ഉണ്ടോ, ഫുൾ ബോഡി പെയിൻ ഉണ്ടോ, ഒരു മസാജ് ഫുൾ ബോഡി പെയിൻ റിലീവറായിട്ടോ മസിൽസിനോ സന്ധിക്കോ ഒക്കെ ഉണ്ടാകുന്ന വേദനയ്ക്കോ ഒക്കെ ഒരു മസാജ് ചെയ്യുന്നത് ചികിത്സ സുഖപ്രദമാണ്. പക്ഷേ ഈ പഞ്ചകർമ്മങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലെ ദോഷങ്ങളെ പുറത്ത് കളയുന്ന ഒരു ശോധന പ്രക്രിയയാണ്. ഡീടോക്സിഫിക്കേഷൻ എന്ന് മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. വമനം, വിരേചനം, വസ്തി, നസ്യം എന്നിവയാണ് പഞ്ചകർമ്മങ്ങളിൽ വരുന്നത്. ഈ വമനം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ കഫദോഷത്തിനെ പുറത്തു കളയാൻ. അതായത് നമുക്കിപ്പം സൈനസൈറ്റിസ് ഉണ്ട്, കഫം നന്നായിട്ട് കൂടിയിരിക്കുന്ന അവസ്ഥ. അതുപോലെ സൈനസൈറ്റിസ് മാത്രമല്ല, ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ സ്കിൻ ഡിസീസോ അതിന് കഫദോഷം കൂടുതലാണെങ്കിൽ നമുക്ക് വമനം നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പം അതും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ പഞ്ചവിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അപ്പം വമനം കുറച്ച് ദിവസത്തെ പൂർവ്വകർമ്മം ചെയ്തതിന് ശേഷം, അതായത് സ്നേഹനം അകമേ തൈലമോ അല്ലെങ്കിൽ നെയ്യോ കൊടുത്ത് ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പേഷ്യൻറ്റിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്ന കർമ്മമാണ് വമനം. വിരേചനവും അതെ. അപ്പം വിരേചനം എന്ന് പറഞ്ഞാൽ വയറ്റിൽ നിന്ന് ലൂസ് മോഷൻ ആവാൻ വേണ്ടിയിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു കർമ്മമാണ് വിരേചനം. വയറിളക്കൽ എന്ന് പറയാം. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കലാണ്. എത്ര ഊർധ്വഗതമായിട്ടുള്ള വികാരങ്ങൾക്കാണ് നസ്യം കൊടുക്കുന്നത്. ഈവൻ അർദ്ദിതം തുടങ്ങിയ ഫേഷ്യൽ പാരാലിസിസ് കണ്ടീഷൻസിന് പോലും ഈ നസ്യം കൊണ്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഇനി പറയുന്ന വസ്തി എന്ന് പറയുന്നത് വാദത്തിന് കൊടുക്കുന്ന ചികിത്സയാണ്. അപ്പോൾ വാദത്തിന് ഇത് വസ്തി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് സ്നേഹവസ്തി കൊടുക്കാം. അതുപോലെ തന്നെ കഷായം കുറച്ച് മരുന്നുകളും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് കഷായവസ്തി. അത് കണ്ടീഷൻ അനുസരിച്ച് എന്ത് കഷായം വേണം, ഇപ്പം അതിൻ്റെ കൂടെ പാൽ ആഡ് ചെയ്യണോ, അതിൻ്റെ കൂടെ ഗോമൂത്രം ആഡ് ചെയ്യണോ, അത് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചികിത്സ നിർദ്ദേശിച്ച് ഒരാളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഈ കഷായവസ്തിയും. പഞ്ചകർമ്മ എല്ലാവർക്കും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിനായ പ്രായമായെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാം. അതുപോലെ തന്നെ പ്രായമായവരിൽ ഒരു 70-80 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിൽ ചെയ്യാം. ആരോഗ്യം ഇല്ല, ബെഡ് റിഡൻ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പാടില്ല. നോർമലി ആരൊക്കെ അവോയ്ഡ് ചെയ്യണം? പ്രഗ്നൻസീസ്, ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ ചെയ്യാറില്ല, സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാറില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്ത്, അതുമല്ല ക്രോണിക്കായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ ചികിത്സ, നോർമൽ ചികിത്സ ചെയ്യരുത്. അല്ലാതെ ഉള്ള ആ അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കർക്കിടക ചികിത്സ പോയി ചെയ്യാൻ പാടില്ല. ഈ പ്രായമായവരിൽ ചെയ്യുന്നത് മൈൽഡ് ആയിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യമുള്ള പ്രായമായവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡ്രഗിൻ്റെ ഡോസ് കുറയ്ക്കുക. വസ്തി ചെയ്യുമ്പോൾ ആ ഡോസ് കുറച്ച് ചെയ്യുക. അഭ്യംഗം ചെയ്യുമ്പോൾ അത്രയും പ്രഷർ കൊടുക്കാതെ ചെയ്യുക. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം പ്രായമായവർക്ക് ചെയ്യാവുന്നതാണ്. ഈ പഥ്യക്രമങ്ങളെല്ലാം പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ചികിത്സകൾ, അതായത് കേരള സ്പെഷ്യാലിറ്റി ചികിത്സകൾ എന്ന് വേണമെങ്കിൽ തന്നെയും പറയാം. കാരണം പരമ്പരാഗതമായി വൈദ്യന്മാർ നിർദ്ദേശിച്ച് വരുന്ന കുറച്ച് ചികിത്സകൾ, അതായത് അഭ്യംഗം, കുറച്ച് പല വെറൈറ്റി കിഴികളും പിഴിച്ചിലും ധാര, തലയ്ക്ക് കൊടുക്കുന്ന ധാരയും, അതുപോലെ തന്നെ വിരേചനവും വസ്തി, നസ്യം ഒക്കെ ചേർന്ന ചികിത്സകളാണ് കർക്കിടക ചികിത്സയ്ക്കകത്ത് വരുന്നത്. അതും ഈ പേഷ്യൻറ്റിന് കണ്ടീഷൻ അനുസരിച്ച്, രോഗാവസ്ഥ അനുസരിച്ചും രോഗി അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ചും ഈ കർമ്മങ്ങൾ മാറും. അപ്പോൾ അതിനകത്ത് എണ്ണ വേണോ, അതോ ചൂർണ്ണപിണ്ടസ്വേദം, അതായത് ഡ്രൈ ആയിട്ടുള്ള കിഴികൾ കൊടുക്കണോ എന്നെല്ലാം പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അത് മാറുന്നത്.
ഇതാണ് കർക്കിടക ചികിത്സ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ, ഒരു ചൂട് കാലത്ത് നിന്നും മഴക്കാലത്തേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അപ്പോൾ ഇത് അതിയായി വരുന്ന മഴക്കാലത്ത് മഴ കൂടുതലാവുകയും അന്തരീക്ഷത്തിലെ ജലാംശം കൂടുകയും ചെയ്യുന്നു. അപ്പം അതിനനുസരിച്ച് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുക, ദഹന പ്രശ്നം വരിക, പലതരത്തിലുള്ള വേദനകൾ വരാം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ ഒക്കെ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും. വാദം കൂടുന്നു എന്നാണ് നമ്മൾ പറയാറ്. ഈ വാദം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെല്ലാം സഹായിക്കുന്ന ഒരു ദോഷമാണ്. ത്രിദോഷങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് വാദത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വാദം എല്ലാത്തരം മൂവ്മെൻറ്റും, ശരീരം നടക്കുന്നതിനും ഓടുന്നതിനും കൈകാലുകൾ ചലിപ്പിക്കുന്നതിനും മാത്രമല്ല ഈ വാദം. ഈ വാദം തന്നെയാണ് ശ്വാസോച്ഛ്വാസം, ദഹന പ്രക്രിയയെ സഹായിക്കുന്നതും, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതിന്, എല്ലാ തരത്തിലുള്ള ഇങ്ങനെയുള്ള രക്തചംക്രമണത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം ഈ വാതദോഷം തന്നെയാണ്. അപ്പോൾ അതിനെ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് കൂടിയിരിക്കുകയാണെങ്കിൽ ഇതിന് എല്ലാം റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാം ഒരു ശരീരത്തിൽ. അപ്പോൾ അതിന് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഇതിനെല്ലാം വാദത്തിനൊരു ശമനം വരാൻ വേണ്ടിയിട്ടാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. അതും വാദം എത്രത്തോളം പ്രകോപിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് അല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാദം കൂടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ സംസാരിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ട് വരുന്നു? അത് എല്ലാവർക്കും ഒരുപോലെ വരത്തില്ല. ചില ഭക്ഷണ രീതികൾ ശീലിക്കാം. അപ്പം ആളുടെ എങ്ങനെയാണോ വ്യവഹാരം എങ്ങനെയായിരുന്നോ അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നത്. ഈ വേരിയേഷൻ അനുസരിച്ച് ആൾക്ക് വസ്തി വേണോ, വിരേചനം വേണോ, അല്ലെങ്കിൽ അഭ്യംഗം മതിയോ അതോ കിഴി മതിയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു വൈദ്യൻ തന്നെയാണ്. കർക്കിടക ചികിത്സയിൽ പറയുന്നത് അഭ്യംഗം, കിഴി, വസ്തി, നസ്യം, വിരേചനം തുടങ്ങിയ ചികിത്സകളാണല്ലോ. അത് ഏതൊക്കെ കണ്ടീഷൻസിന് കൊടുക്കാം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അഭ്യംഗം എന്ന് പറയുന്നത് ബോഡി മസാജാണ്. പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ച് ബോഡിയിൽ മസാജ് ചെയ്യുന്നത്. അതും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പ്രഷറും ആയിരിക്കത്തില്ല കൊടുക്കുന്നതും. അതിനനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ച് എണ്ണ നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചുള്ള വേദനകൾക്കും അതിന് ബോഡി സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അഭ്യംഗം ചെയ്യാവുന്നതാണ്. കിഴിയാണെങ്കിൽ അതിനേക്കാളും പല വെറൈറ്റി കിഴികളുണ്ട്. പത്രപിണ്ഡസ്വേദം, അതായത് ഇലക്കിഴി, ചൂർണപിണ്ഡസ്വേദം, അതായത് പൊടിക്കിഴി, ഞവരക്കിഴി, മാംസപിണ്ഡസ്വേദം, അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള കിഴികൾ അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ച് നമുക്കിതിനകത്ത് കിഴിയും കൂടെ ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പറയുന്ന വിരേചനം എന്ന് പറയുന്നത് ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കും, അതുപോലെ തന്നെ അമ്ലപിത്തം, അത് ദഹന റിലേറ്റഡ് ആണല്ലോ, സ്കിൻ ഡിസീസിനും ഒക്കെ നമുക്ക് വിരേചനം കൊടുക്കാം. ഈവൻ ബോഡി പെയിൻ ഉണ്ടെങ്കിലും വാദത്തിൻ്റെ അനുലോമനത്തിനായി കൊടുക്കുന്ന ഒരു ചികിത്സയാണ് വിരേചനം. അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ ചൂസ് ചെയ്ത്, ഈ കാലഘട്ടത്തിൽ എണ്ണ ചൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ വസ്തി എന്ന് പറയുന്നത് പലതരത്തിലുള്ള നാഡീ സംബന്ധമായിട്ടോ പേശി സംബന്ധമായിട്ടുള്ളതോ അല്ല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള വസ്തി ദ്രവ്യം ചൂസ് ചെയ്ത് വസ്തി കൊടുക്കാം. നസ്യവും ജത്രൂർധ്വ ഭാഗത്ത് എന്തെങ്കിലും ദോഷകോപം ഉണ്ടോ, തലവേദന, സൈനസൈറ്റിസോ, കഴുത്ത് വേദന തുടങ്ങിയ അസുഖങ്ങൾക്കും ഒക്കെ നസ്യകർമ്മം ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഒരു വൈദ്യൻ തന്നെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, ആളുടെ നേച്ചർ അനുസരിച്ച്, കണ്ടീഷൻ അനുസരിച്ച് ചെയ്യുന്ന ചികിത്സയാണ് ഇതെല്ലാം. ഒരു കർക്കിടക ചികിത്സ ചെയ്യുന്നതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു കാലയളവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് കാലയളവ് ഒരു 7 ദിവസം, 14 ദിവസം, 21 ദിവസം ആയിട്ടൊക്കെ നോർമലി ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്കത് മാറ്റാം. ഇപ്പം പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസത്തെ മസാജാണ് വേണ്ടത്, അത് മാത്രം മതി, അല്ലെങ്കിൽ 3 ദിവസമാണോ, അല്ലെങ്കിൽ 5 ദിവസമാണോ, ഏത് ദിവസം, ഇപ്പം 4ാമത്തെ ദിവസം പേഷ്യൻറ്റിന് ലക്ഷണം കണ്ടു, പേഷ്യൻറ്റിന് പോകണം ആണെങ്കിൽ നമുക്ക് വിടാവുന്നതേ ഉള്ളൂ. അപ്പം എത്ര ദിവസം എന്നുള്ളത് നിശ്ചിതമായിട്ട് ഇല്ല. നമുക്ക് ഇത്രയും ചെയ്യാറുണ്ട് നോർമലി. ഒരു സെറ്റ് അഭ്യംഗവും കിഴിയും അതിനുശേഷം ഒരു വസ്തിയും കൊടുത്ത് അല്ലെങ്കിൽ ഒരു വിരേചനവും കൊടുത്ത് ചികിത്സ എൻഡ് ആക്കുകയാണ് ചെയ്യാറ്. ചികിത്സ നടക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പഥ്യക്രമം എന്ന് ചോദിച്ചാൽ, എപ്പോഴും ഈ കർക്കിടക കാലത്തിൽ ലഘുവായിട്ടുള്ള ദ്രവമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കാറ്. കർക്കിടക കഞ്ഞി ഒരു ഉത്തമമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. കർക്കിടക കഞ്ഞിക്ക് വരുന്ന കുറച്ച് ഔഷധങ്ങൾ എന്ന് പറയുന്നത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. ദഹനത്തിനെ സഹായിക്കുന്നതും ആയിട്ടുള്ള ലഘുവാണ്, ഡൈജഷൻ നടക്കാൻ എളുപ്പമായിട്ടുള്ള ഭക്ഷണമാണ് അന്നേരം ശീലിപ്പിക്കാറ്. അതുപോലെ തന്നെ യോഗയും പ്രാണായാമവും ഒക്കെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നിർദ്ദേശിക്കാം.
കുടിക്കുന്നതിന് ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം. കുളിക്കുന്നതിനും അതെ, ചൂടുവെള്ളം ചെറിയതായിട്ട് ചൂടാക്കിയുള്ള വെള്ളം തന്നെയാണ് കുളിക്കാനും നിർദ്ദേശിക്കാറ്. അതുപോലെ തന്നെ സൂപ്പിൻ്റെ പ്രയോഗം, ചിക്കൻ സൂപ്പ് സേവിക്കാം. പയറിൻ്റെ സൂപ്പും, ഇപ്പം ചിക്കൻ നോൺ വെജ് കഴിക്കാത്തവർക്ക് പയറിൻ്റെ സൂപ്പും കൊടുക്കാം. ഇതെല്ലാം സൂപ്പാക്കുന്നതും അത് ഡൈജഷൻ നടക്കാൻ എളുപ്പമായിട്ടാണ് സൂപ്പ് കൊടുക്കുന്നത്. ഇത്രയും. അതല്ലാതെ നോർമലി പണ്ട് മുതലേ ശീലിച്ചിരിക്കുന്ന ഒരു ആഹാരമാണ് പത്തിലത്തോരൻ എന്ന് പറയും. അപ്പം അതൊക്കെ ശീലിപ്പിക്കാവുന്നതേ ഉള്ളൂ. ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ ഒരു പഥ്യക്രമം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആ പഥ്യക്രമം തന്നെ ഇതിൻ്റെ ഒരു ഡബിൾ ദ ഡ്യൂറേഷൻ. ഇപ്പോൾ 7 ദിവസമാണ് നമ്മൾ ചികിത്സ എടുക്കുന്നത്. 7 ദിവസം തന്നെ നമ്മൾ ഈ പഥ്യക്രമവും കൂടെ ഫോളോ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റണം എന്നില്ല. ഫുൾ ബെഡ് റെസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ദീർഘമായിട്ടുള്ള യാത്രകൾ ചെയ്യാതിരിക്കുക, ഒത്തിരി നേരം ഇരിക്കുക, വലിയ തലവണ യൂസ് ചെയ്ത് പില്ലോ യൂസ് ചെയ്ത് കിടക്കാതിരിക്കുക. കാരണം കഴുത്തിനെല്ലാം അന്നേരം ഒരു ഇതെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഒരു അയവ് വന്നിരിക്കുന്ന ഒരു ശരീരത്തിൽ ഇത്രയും വലിയ പില്ലോ യൂസ് ചെയ്യാതിരിക്കുക, ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക, രാത്രി ഉറക്കം കളിക്കാതിരിക്കുക, പകൽ ഉറങ്ങാതിരിക്കുക. ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം, ഈ പഥ്യക്രമങ്ങളെല്ലാം ഈ ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് തന്നെ കുറച്ച് ദിവസത്തേക്കും കൂടെ ഫോളോ ചെയ്താൽ അത് നല്ലത്. ഭക്ഷണവും അതെ, ലഘുവായിട്ടുള്ളതും എളുപ്പത്തിൽ ഡൈജഷൻ നടക്കാൻ പാകത്തിലുള്ള ഭക്ഷണം, ചൂടുവെള്ളം, ചൂടായിട്ടുള്ള ഭക്ഷണം മുതലായവ സേവിക്കണം. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ നോൺ വെജ്, റെഡ് മീറ്റ് യൂസ് ചെയ്യാതിരിക്കുക. ഡൈജഷൻ കൂടുതൽ നടക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ അന്നേരം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും അഡ്വൈസ് ചെയ്യുന്നത്. ഈ ശോധനം നടത്തുന്നത് പറഞ്ഞു, ശരീരത്തിന് അഗ്നി കുറവായിരിക്കുമ്പോൾ ചെയ്യാം. അഗ്നി കുറവായിരിക്കുമ്പം അഗ്നി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഈ ശോധനം കഴിഞ്ഞ ഉടനെ തന്നെ അഗ്നി കൂടി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോയി ബിരിയാണി കഴിച്ചാൽ പേഷ്യൻറ്റിന് വീണ്ടും പേഷ്യൻ്റ് അല്ലാതിരുന്ന ആൾക്ക് പേഷ്യൻ്റ് ആവും. കാരണം ആ ഡൈജഷൻ കറക്റ്റ് ആവണം. അതിനാവാനുള്ള ഈ ഒരു ഡ്യൂറേഷനിൽ അത്രയും നാളും പഥ്യം ഇതേപോലെ ലഘുവായിട്ടുള്ള ഭക്ഷണം ശീലിക്കുന്നതാണ് നല്ലത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതശൈലി കൊണ്ട്, ആഹാരശൈലി കൊണ്ടും നമ്മളുടെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, എല്ലാ പൊസിഷൻ അനുസരിച്ചുമൊക്കെയാണല്ലോ ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പം നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ എല്ലാ അസുഖങ്ങളും നമ്മളുടെ ഇരിപ്പ് അങ്ങനെ ആയിട്ട് തന്നെയാണ്. അതൊന്ന് മോഡിഫൈ ചെയ്താലേ അത് കുറയത്തുള്ളൂ. പിന്നെ ഇതിനെങ്ങനെ കർക്കിടക ചികിത്സയ്ക്ക് അതിന് സഹായകരമാകുമോ എന്ന് ചോദിച്ചാൽ സഹായകരമാകും. കാരണം അന്നേരം ഈ പേശികൾക്കുണ്ടായ മുറുക്കവും, അതായത് സ്റ്റിഫ്നെസ്സും നീര് കെട്ടിയതും എല്ലാം അന്നേരം ഒന്ന് ചെയ്ത് ഒരു 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. അതിനുശേഷം പക്ഷേ ഈ ജീവിതശൈലി തുടരുകയാണെങ്കിൽ അത് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ബാക്കി ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രശ്നവും, അതെല്ലാം കുറയ്ക്കുന്നതിന് അന്നേരം തൽക്കാലത്തേക്ക് ഒരു ശമനം എന്നല്ല, അതായത് ഉടനെ തന്നെ ആ കർക്കിടക ചികിത്സ കൊണ്ട് ഭേദമാക്കാം എന്നല്ല, അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഉള്ള ചികിത്സകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ തക്കതായിട്ടുള്ള ചികിത്സ അത് എടുത്താൽ മാത്രമേ ഈ കണ്ടീഷൻ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഈ വൈദ്യനിർദ്ദേശം പ്രകാരം അല്ലാതെ ചികിത്സ ചെയ്യുവാണെങ്കിൽ ഉറപ്പ് പറയുന്നില്ല. കർക്കിടക ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു കർക്കിടക ചികിത്സ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അവർ പറയുന്ന പഥ്യക്രമങ്ങൾ പാലിക്കപ്പെടുക, എന്തൊക്കെയാണോ പേഴ്സണൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് അത് തുറന്നു പറയുക. അതിനനുസരിച്ചാണ് ചികിത്സകളും നിർദ്ദേശിക്കുന്നത്.